പ്രിയ സഹോദരങ്ങളെ, ദൈവകരുണയുടെ നൊവേനയുടെ 7-ാം ദിവസം ദൈവകരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50 പരിശുദ്ധ കന്യകാമാതാവ് കർത്താവിൻ്റെ കാരുണ്യത്തെ പുകഴ്ത്തുന്നത് വാഴ്ത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. 136-ാം സങ്കീർത്തനം മുഴുവനും കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രഘോഷിക്കുന്ന സങ്കീർത്തനമാണ്. 3 തരക്കാരെയാണ് നമുക്ക് ദൈവകരുണയെ മഹത്വപ്പെടുത്തുന്നവരിൽ കാണാൻ പറ്റുക. ഒന്നാമതായി ദൈവകരുണയെ നേരിട്ട് പ്രഘോഷിക്കുന്നവർ. രണ്ടാമത്തത് ദൈവകരുണയിൽ ആശ്രയിക്കുന്നവർ. മൂന്നാമത്തെ തരക്കാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം സ്വന്തം ജീവൻ്റെ ഭാഗമാക്കി മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർ. ദൈവകരുണയെ പ്രഘോഷിക്കുന്ന ഒന്നാമത്തെ തരക്കാരിൽ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ വായിക്കുകയാണ്, എല്ലാ പുരോഹിതരോടും പറയുക, എൻ്റെ കരുണ പ്രഘോഷിക്കുക. എല്ലാ പുരോഹിതരും അതുപോലെ തന്നെ വചനം പ്രഘോഷിക്കുന്നവർ, ദൈവകരുണയെ പ്രഘോഷിക്കാൻ പ്രത്യേകമായ ആന്തരിക പ്രചോദനം ലഭിച്ചവർ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രഘോഷിക്കുന്നവരാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ ദൈവകരുണയിൽ ശരണപ്പെടുന്നവരാണ്. എല്ലാവരും സത്യത്തിൽ ദൈവകരുണയിൽ ശരണപ്പെട്ട് കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിച്ച് ദൈവസ്നേഹത്തിൽ വളരാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് മാരകപാപികളായിട്ടുള്ളവർ കൂടുതൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ ഇങ്ങനെയാണ് പറയുക, ഏറ്റവും വലിയ പാപികൾക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശം. 1 യോഹന്നാൻ 1:9 വചനം ഇങ്ങനെ പറയുന്നു, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമ്മുടെ അനുതാപം മാത്രമേ അവിടെ ആവശ്യമായിട്ടുള്ളൂ. മൂന്നാമത്തെ തരക്കാരെന്ന് പറയുന്നത് കരുണ കാണിക്കുന്നവരാണ്. സകല ജനതയും ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നിയമജ്ഞനോട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അപ്പോൾ നിയമജ്ഞൻ്റെ മറുപടി അവനോട് കരുണ കാണിച്ചവൻ എന്നാണ്. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. വിശുദ്ധ മത്തായി 18:32-33 തിരുവചനങ്ങളിൽ യജമാനൻ ദുഷ്ടനായ ഭൃത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? എഫേസ്യസ് 4:32 വചനം പറയുകയാണ്, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. ആവേ മരിയ.